താമരശ്ശേരിയിൽ പരിക്കേറ്റ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് മരണം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം ഐസിയുയിൽ പ്രവേശിപ്പിച്ചിരുന്ന വിദ്യാർത്ഥിയുടെ പരിക്കുകൾ ഗുരുതരമായിരുന്നു. ഇന്നലെ രാത്രിയോടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടാകുന്നത്. അതിനുശേഷം കൂട്ടമായി വന്ന രണ്ട് സ്കൂളുകളിലെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷമാണ് ഈ വിദ്യാർത്ഥിയുടെ 10ാം ക്ലാസ്സുകാരന്റെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ഈ ഒരു ന്യൂസ് നമ്മൾ എല്ലാവരും ഇന്നലെ കേട്ടു കാണും. ആ കുട്ടി എന്തായാലും മരണപ്പെട്ടിരിക്കുകയാണ്. ഈ മരണത്തെപ്പറ്റി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്ത് പറയാനാണ്? ആ വീട്ടുകാരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. എനിക്ക് പറയാനുള്ളത് ഈ കുറ്റം നടത്തിയ ക്രിമിനൽസിനെ പറ്റിയാണ്. ക്രിമിനൽസ് എന്ന് തന്നെ പറയണം. അവരെ വിദ്യാർത്ഥി എന്ന് പരിഗണിക്കാനേ പറ്റില്ല. കാരണം നഞ്ചക്ക് പോലത്തെ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഈ വിദ്യാർത്ഥിയെ ആക്രമിച്ചിട്ടുള്ളത്. അപ്പം തന്നെ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ അവരുടെ മൈൻഡ് എത്രത്തോളം ബ്രൂട്ടലി അവനെ ഉപദ്രവിക്കണമെന്നുണ്ടായിരുന്നുവെന്ന്. നഞ്ചക്ക് പോലത്തെ ഒരു ആയുധം ഉപയോഗിക്കണമെങ്കിൽ അത് അത്രയ്ക്കും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വെപ്പണാണ് ആ സാധനം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, അവരെ ഒരിക്കലും വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ് പരിഗണിക്കാൻ പറ്റില്ല. ക്രിമിനൽസ് തന്നെയാണ്. ഈ ഒരു സംഘർഷം നടന്ന ശേഷം ഇൻസ്റ്റയിൽ ഒരു ഗ്രൂപ്പ് ചാറ്റാണെന്ന് തോന്നുന്നു. ഗ്രൂപ്പ് ചാറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും അത് നമുക്ക് എന്തായാലും ഒന്ന് കാണാം. അപ്പോൾ മനസ്സിലാവും എത്രത്തോളം അവരുടെ മൈൻഡ് സെറ്റ് എത്രത്തോളം ബ്രൂട്ടലാണെന്ന്. ഞാനൊരു കാര്യം പറഞ്ഞു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. ഏട്ടാ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇനി ഇവരൊന്നും ഇല്ല വെച്ചത് 2 ദിവസം കഴിയട്ടെ. അത് മാത്രമല്ല കേട്ടല്ലോ, അതിൽ ഒരുത്തം പറയുന്നതാണ് കേസ് തള്ളിപ്പോകുന്നു, കേസൊന്നും എടുക്കാൻ പറ്റില്ല എന്ന്. അതായത് ഇവിടുത്തെ നിയമത്തെ വെല്ലുവിളിക്കും പോലെ തന്നെയാണ്. ഒരുത്തനെ കൊന്നാൽ പോലും ഇവിടെ ഇറക്കിക്കൊണ്ട് വരാൻ ആളുണ്ട്, അല്ലെങ്കിൽ പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ പുറത്ത് വരാം എന്ന് 10ാം ക്ലാസ്സുകാരൻ്റെ മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവണമെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം അത്ര ഫെയിലിയർ ആണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഡൗട്ടും ഇല്ല, അത്ര ഫെയിലിയറാണ്. ഞാൻ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സുകാരൻ്റെ മനസ്സിലാണ് ഇങ്ങനെ ഒരു ചിന്ത വന്നത്. ന്യൂസ് ചാനൽസിലൊക്കെ കയറിയിരുന്ന് ഘോരം പ്രസംഗിക്കുന്ന കേൾക്കാം. സിനിമകളാണ് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന്. സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, രാഷ്ട്രീയ പ്രവർത്തകർ എന്തോന്നാണ് ചെയ്യുന്നത്? അവരുടെ അണികൾ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്താൽ അവർക്ക് വേണ്ടി പോയി സംസാരിക്കുന്നു. അവരെ പുല്ലുപോലെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുന്നു. ഏത് കേസും ആയിക്കോട്ടെ. അതൊക്കെയല്ലേ ഈ വിദ്യാർത്ഥികളും കണ്ടു വളരുന്നത്. അതെന്താ ആരും ചർച്ച ചെയ്യാത്തത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കുട്ടികളെ, അതായത് 10ാം ക്ലാസ്സിലാണ്, ഈ കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുത്, ഒരു തരത്തിലും അനുവദിക്കരുത്. പക്ഷേ കുറച്ച് മുമ്പേ, ഒരു 2 മണിക്കൂർ മുമ്പേ അതിൻ്റെ അപ്ഡേറ്റ് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഷഹബാസിൻ്റെ മരണം, കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കും, ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റും. എന്തിനാണ് അതിൻ്റെ ആവശ്യം? അതിൻ്റെ ആവശ്യം എന്തോന്നാണ്? ഒരു കാരണവശാലും എഴുതാൻ സമ്മതിക്കരുത്. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടുത്തെ സിസ്റ്റം അട്ടർ ഫ്ലോപ്പാണ്. കാരണം ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് അവർക്ക് പരീക്ഷ എഴുതാൻ അനുമതി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ്. അടുത്ത് വേറെ ഒരുത്തനെ പിടിച്ചടിക്കാനോ അല്ലെങ്കിൽ പിടിച്ച് കൊല്ലാനോ തോന്നിയാൽ അവർക്കും തോന്നും, ഒരു പ്രശ്നവുമില്ല, പരീക്ഷ ഉൾപ്പെടെ എഴുതാൻ പറ്റുന്നുണ്ട്. എന്തിനാണല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു ക്രിമിനൽസിനെ പരീക്ഷ എഴുതി ജയിപ്പിച്ചിട്ട് എന്തിനാണ്? അതിൻ്റെ ആവശ്യം എന്താണെന്നാണ്. ഇപ്പോൾ എല്ലാവരും ജെൻസി പിള്ളേരെ ഭയങ്കരമായിട്ട് ക്രൂശിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് എല്ലാ ചർച്ചകളിലും എടുത്തിട്ടങ്ങ് അലക്കാറുണ്ട്. നിങ്ങൾ ഇതൊക്കെ എന്താണ് ചർച്ച ചെയ്യാത്തത്? എന്തിനാണ് ഈ പരീക്ഷ എഴുതിപ്പിക്കുന്നത്? ഇവരെ തന്നെ ആരെ ബോധിപ്പിക്കാനാണ്? അല്ലെങ്കിൽ എന്ത് നേട്ടമാണ് അതിൽ കൂടെ കിട്ടുന്നത്? അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് നിങ്ങൾ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? 2025 തുടങ്ങിയ ശേഷം കൂടുതൽ നമ്മൾ കേട്ടുവരുന്ന ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇപ്പോൾ ഏകദേശം 2 മാസം കഴിഞ്ഞിട്ടുള്ളൂ. എത്ര മരണങ്ങൾ നടന്നു എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. അതും പ്രായപൂർത്തിയായവരും എല്ലാവരും മിക്സഡ് ആയിട്ട് എത്ര ഡ്രഗ് കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകങ്ങൾ ഇവിടെ നടക്കുമ്പോഴും, ഞാൻ പറയുന്ന ഡ്രഗ് കേസിൻ്റെ ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകങ്ങൾ നടക്കുമ്പോഴും ഇവിടുത്തെ സിസ്റ്റം എന്തോന്നാണ് ചെയ്യുന്നത്? എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിരോധം ഇവിടെ എടുക്കുന്നുണ്ടോ? ഒരു രീതിയിലും ഇല്ല. അടുത്ത് കുറച്ച് നാളത്തേക്ക്, അതായത് വേറൊരു ന്യൂസ് വന്ന് ഇത് മറയുന്നത് വരെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇത് തന്നെയാണ് ട്രെൻഡ്. ഇപ്പം MDMA കേസാണ് കൂടുതലായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പേ റാഗിങ് ആയിരുന്നു. മിഹിറിൻ്റെ കേസൊക്കെ ആരെങ്കിലും ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്? ആരെങ്കിലും ആലോചിക്കുന്നത് പോലും ഉണ്ടോ? ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിൽ അത് കാണിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത്, ട്രെൻഡിനനുസരിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഒന്നിന് ഒരു പരിഹാരവും ഇവിടെ കണ്ടിട്ടില്ല. ഏത് ട്രെൻഡാ അതിൻ്റെ പിറകെ അങ്ങ് പോവുക. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഇവിടുത്തെ സിസ്റ്റം എന്ന് സ്ട്രോങ് ആവുന്നു അന്ന് മാത്രമേ ഇവിടുത്തെ ഇതിനൊരു
പ്രതിവിധി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ സിസ്റ്റം ഇങ്ങനെ ഒരാൾക്ക് ഒരു നിയമം, വേറൊരാൾക്ക് വേറൊരു നിയമം, പൈസ ഉള്ളവനൊരു നിയമം, പൈസ ഇല്ലാത്തവന് വേറൊരു നിയമം, ആ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. MDMA കേസുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് ചെറിയ തോതിൽ കൊണ്ടു നടക്കുന്നവരെ മാത്രമേ അറസ്റ്റ് ചെയ്യുന്നുള്ളൂ. വലിയ തോതിൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നവരോ ഇവിടെ വിൽക്കുന്നവരോ ആരും തൊടുന്ന പോലുമില്ല. അതായത് ക്യാരി ചെയ്യുന്നവർ, അതായത് കുറച്ച് എമൗണ്ടിൽ ക്യാരി ചെയ്ത് ഇവിടെ സപ്ലൈ ചെയ്യുന്നവർ മാത്രമേ പിടിക്കുന്നുള്ളൂ. ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആരെയും ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതങ്ങനെ ഈ സിസ്റ്റം, ഞാൻ പറഞ്ഞില്ലേ, സിസ്റ്റം എന്ന് സ്ട്രോങ് ആവുന്നു, അല്ലാതെ ഒരു കാര്യം ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കൊലപാതകം നടത്തിയ പയ്യൻ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ മകനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ആണെങ്കിൽ ഈ കേസ് എത്രത്തോളം ഫ്രണ്ടിലോട്ട് പോകും? ഒരു രീതിക്കും മെഹിറിൻ്റെ കേസ്, ആ റാഗിങ്ങിൽ മരിച്ച മെഹിറിൻ്റെ കേസ് തന്നെ എടുത്താൽ മതി. ഇപ്പം ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ അതും ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു. ആരെങ്കിലും ആ ന്യൂസ് കേൾക്കുന്നുണ്ടോ? ആ സ്കൂളിനെ പറ്റിയോ, മെഹിറിനെ പറ്റിയോ, മെഹിറിൻ്റെ അമ്മയുടെ പോസ്റ്റിനെ പറ്റിയോ ഒരു രീതിയിലും ചർച്ച നടക്കുന്നില്ല. അതവിടെ ക്ലോസ് ആയി. പുതിയൊരു ട്രെൻഡ് വന്നു, അതിൻ്റെ പിറകെ പിടിക്കാൻ തുടങ്ങി.